ഗുഡ് മോർണിംഗ്. സൗണ്ട് ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉള്ളൂ. രാവിലെ ഒരു 5:15 5:30 ആയിട്ടേ ഉള്ളൂ. ഒരു ചെറിയ യാത്ര പോവാ കാഞ്ചീപുരം വരെ. ഞാൻ ഈ അടുത്തിടയ്ക്ക് 2 തവണ പോയിരുന്നു. പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ കാറിലാണ് പോയത്. അപ്പൊ ഇന്ന് തനിയാ പോകുന്നത്. ഞാന് റൂമൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങട്ടെ. വെളുപ്പിനെ ആയിട്ടുണ്ട്. അത്യാവശ്യം വെട്ടമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങോട്ട് ഞാൻ ഈ നിൽക്കുന്ന ഫ്ലോറിൽ അങ്ങോട്ട് വെട്ടം കേറിയിട്ടില്ല. ഞാന് നേരത്തെ പോയപ്പോഴൊക്കെ നേരത്തെ 2 തവണ റീസെന്റ് പോയുള്ളൂ. ഏപ്രിലിൽ പോയി, മെയ്യിൽ പോയി. പോയപ്പോ ഒരു ഫ്രണ്ടിന്റെ കൂടെ, പിന്നെ 2 ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ കാർ എടുത്തിട്ട് കാറിലാണ് പോയത്. ആക്ച്വലി വലിയ ദൂരമില്ല, ഒരു 70 കിലോ. ഞാൻ ബസന്റ് നഗറിലാണ്. ഇവിടുന്ന് എനിക്കൊരു 70 കിലോമീറ്റർ ഉണ്ട്. ഇത് താമ്പരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റ് വരെ. താമ്പരം വരെ ചെന്നൈ സിറ്റിയാണ്. അവിടുന്ന് ഒരു ആക്ച്വലി 48 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പറഞ്ഞത്, ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി ഒരു 6-7 ദിവസമായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. ആദ്യം കാറാക്കി, പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞു വേണമെങ്കിൽ സ്കൂട്ടറിൽ പോവാം. ആക്ച്വലി വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെന്നൈ സിറ്റി കഴിഞ്ഞാൽ പിന്നെ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റ് തുടങ്ങുന്നത് സിറ്റി പോലെയല്ല. ഇവിടെ കേരളത്തിന്റെ ഒരു രീതിയാണ്, ഉൾഗ്രാമങ്ങൾ പോലെ. തന്നെ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചിട്ട് തിരിച്ചു വരുമ്പോ എങ്ങാനും ലേറ്റ് ആയാലും വണ്ടിക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഹൈവേസും മെയിൻ റോഡും ഒക്കെ തന്നെയാണ്. പക്ഷെ കടകളില്ല, റോഡ് സൈഡിലൊന്നും വീടുകളില്ല. മാത്രമല്ല ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. നമുക്ക് വെള്ളം ഒരു കുപ്പി ബോട്ടിൽ മേടിക്കാൻ തന്നെ കടകൾ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തന്നെ, പക്ഷെ നമുക്ക് കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ സിറ്റി കഴിഞ്ഞാലും അങ്ങനെ ഉൾഗ്രാമങ്ങൾ പോലെ കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് ബസ്സിൽ പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എൻ്റെ സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് അടയാർ ഡിപ്പോയിലും തിരുവാൺമയൂർ ഡിപ്പോയിലാണ് രാവിലെ ബസ്. തിരുവാൺമയൂർ ഡിപ്പോയിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകിട്ടല്ലേ തിരിച്ചു വരും. എൻ്റെ സ്കൂട്ടർ അതുവരെ അവിടെ ഇരിക്കുന്നത് ഇച്ചിരി സുഖക്കേട് റോഡിലിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എനിക്കൊരു 1.5 കിലോമീറ്ററാ തിരുവാൺമയൂർ ഡിപ്പോയിലേക്ക്, അതങ്ങ് നടന്നേക്കാം. അപ്പൊ പിന്നെ ചെന്നൈയുടെ ചൂടിന്റെ കാരണം കൊണ്ട് ഡാൻസ് പാർട്ടി ചെയ്യുമ്പോൾ ഭയങ്കര സെറ്റും കാര്യങ്ങളൊക്കെയാണ്. വെറുതെ ഇരുന്നാൽ തന്നെ ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ എന്ത് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ക്ലൈമറ്റ് ഞാൻ പറഞ്ഞത്, രാവിലെ ഇത്രയും നടക്കുമ്പോ തന്നെ എന്നെ സെറ്റ് ചെയ്തു. അവിടെ ചെല്ലുമ്പോ ചിലപ്പോ ഒരു പരിവാകും. ഞാൻ ഈ നടക്കുന്നതിന് ബാക്ക് സൈഡാണ് കലാക്ഷേത്ര. ഈ റോഡ് പോകുന്നത് നേരെ കലാക്ഷേത്രയാണ്. അപ്പോൾ ഇതെല്ലാം കലാക്ഷേത്ര കോളനീസാണ്. ഇപ്പോൾ ഈ കാണുന്ന കോളനി ഇതെല്ലാം നല്ല ഹൈ എൻഡ് കോളനീസാണ്. അപ്പോൾ എനിക്ക് AC ബസ് കിട്ടി താമ്പരത്തിന്. രാവിലെ ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇനി താമ്പരത്ത് ചെന്ന് അവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ ബസ്സിന് പോകുന്നത്. ഞാനപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു തന്നു. അങ്ങനെ താമ്പരം ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണം എന്ന് മനസ്സിലായി. ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞാൻ
ഈ സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തന്നു, കുറച്ചുകൂടെ അപ്പുറത്തെ ഗ്രില്ലിൻ്റെ അങ്ങോട്ട് നിന്നാലേ കാഞ്ചീപുരം ബസ് കിട്ടുന്നു. പിന്നെ ഞാൻ അവിടെ പോയി നിന്നു. അങ്ങനെ കാഞ്ചീപുരം ബസ് ഞാൻ നിന്ന ഉടനെ തന്നെ വന്നു. ഈ ചെന്നൈ ബസ്സിൻ്റെ സ്റ്റൈലേ അല്ല കാഞ്ചീപുരം ബസ് വന്നു. ചെന്നൈയിൽ പ്രീമിയം ബസ്സും ഉണ്ട്, അല്ലാത്ത ലോക്കൽ ബസ്സും ഉണ്ട്. ഇത് തീരെ ഒരു ലോക്കൽ സ്റ്റൈൽ ബസ്സായിപ്പോയി. എനിക്ക് ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരം വരെ ബസ്സിന് 50 രൂപ, 40-50 രൂപ. അങ്ങനെ ബസ് കയറിയിരുന്നു. ആദ്യം പുറകിലത്തെ സീറ്റിലായിരുന്നു, പിന്നെ ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നു. ഇതുപോലത്തെ ഹൈവേ ആണ്, പക്ഷേ റോഡിലൊന്നും കടകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ബസ്സിലെ യാത്ര അത്ര ഹൊറബിളൊന്നും ആയിരുന്നില്ല. സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര സുഖം വരില്ലല്ലോ. പക്ഷെ അങ്ങനെ ഹൊറബിളായിട്ടൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ എത്ര സമയമെടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. ഞാനൊരു 6 ഒക്കെ ആയപ്പോഴാണ് തിരുവാൺമയൂർ സ്റ്റാൻഡിൽ നിന്ന് കയറിയത്. 6:45 ഒക്കെ ആയപ്പോൾ താമ്പരത്തുനിന്ന് കയറി. എന്നിട്ട് ഞാനൊരു 8:20 ഒക്കെ ആയപ്പോൾ ആക്ച്വലി കാഞ്ചീപുരം എത്തി. ഈ പോകുന്ന വഴിക്ക് ഞാനൊരു സ്ഥലപ്പേര് കണ്ടു, തങ്കി. ഞാൻ നേരത്തെ പോയെങ്കിൽ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഈ സ്ഥലം ഏരിയയാണ് തങ്കി എന്ന് എഴുതി കണ്ടത്. അങ്ങനെ കാഞ്ചീപുരം എത്തി. ഇത് വരദരാജൻ കോവിൽ, അവിടുത്തെ ഏറ്റവും വലിയ കോവിലിൻ്റെ മതിലാണ്. അപ്പോൾ സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോയില്ല, അതിന് മുന്നേ ഉള്ളൊരു സ്റ്റോപ്പിലിറങ്ങി. ഞാൻ യാത്രയുടെ സമയത്തെ തീരുമാനിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഇറങ്ങിയിടത്ത് തന്നെ ഒരു ഇഡ്ഡലി കട ഉണ്ടായിരുന്നു. ഞാൻ 2 ഇഡ്ഡലി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, ഈ 2 ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല, 5 രൂപയുടെ ഇഡ്ഡലി. അപ്പോൾ ഞാൻ ചോദിച്ചു, 5 രൂപയുടെ ഇഡ്ഡലിയോ? സാറിന് ചെന്നൈയിലൊക്കെ 10 രൂപ 15 രൂപയ്ക്കാണ് ഇഡ്ഡലി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ 4 ഇഡ്ഡലി കഴിക്കാം. അവരോട് പറഞ്ഞു 4 ഇഡ്ഡലി കഴിക്കണം, 2 ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല. അങ്ങനെ 4 ഇഡ്ഡലി കഴിച്ചു. എനിക്ക് തമിഴ്നാട്ടിൽ ഇഡ്ഡലി ദോശ കഴിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കാര ചട്നിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടില്ല, പക്ഷേ തമിഴ്നാട്ടിൽ എവിടെ പോയാലും കാര ചട്നി ഡെഫിനറ്റായിട്ടും കാണും. അങ്ങനെ ഇഡ്ഡലി കഴിച്ചു, കൂടെ ഒരു ചായയും കുടിച്ചു. പിന്നെ ഇവിടുത്തെ ചായക്കൊരു പ്രത്യേകത ഉണ്ട്, മീഡിയം മധുരം എന്ന് പറഞ്ഞാലും ഗുലാബ് ജാമുൻ്റെ മധുരമായിരിക്കും. അങ്ങനെ ചായ കുടിച്ചു. ഞാൻ അപ്പം തന്നെ അടുത്ത് എവിടെങ്ങാനും അമ്പലം ഉണ്ടോ എന്ന് ചോദിച്ചു. അവരോട് പറഞ്ഞു 500 മീറ്ററിൽ ഒരു അമ്പലമുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ അമ്പലത്തിലൊന്ന് പോയി തൊഴുതേക്കാം. ഒരു 2011 കാലഘട്ടങ്ങളിൽ അച്ഛൻ, അമ്മ, ഞാൻ, എൻ്റെ അമ്മാവൻ ഫാമിലി നമ്മൾ വലിയ ടെമ്പോ ട്രാവലറെടുത്ത് തിരുപ്പതി, ചിദംബരം, മധുരൈ മീനാക്ഷി 10 അമ്പലങ്ങൾ, അതെന്തോ ഒരു കണക്ക് വെച്ച് നമ്മൾ പോയതാണ്. അങ്ങനെ ട്രാവൽ ചെയ്ത പതിവുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഇത് ഇപ്പം ഞാൻ പോകുന്ന അമ്പലത്തിൻ്റെ അമ്പലക്കുളമാണ്. നമ്മളിപ്പോൾ ഈ കാഞ്ചീപുരത്തോട്ടൊക്കെ വന്നായിരിക്കും ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർ ഭയങ്കരമായിട്ട് സഹായിക്കും, നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. പക്ഷേ ആ കൂട്ടത്തിൽ അവർ നമ്മളെങ്ങ് റൂട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും അവരൊക്കെ കടകളുടെയൊക്കെ ബ്രോക്കേഴ്സോ അവിടെ നടക്കുന്ന വ്യവസായങ്ങളുടെയൊക്കെ ബ്രോക്കേഴ്സൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെങ്ങോട്ട് പോകണം എന്നുള്ളത് അവർ പറയും. ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വോയിസ് കിട്ടിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്നോട് വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ പറഞ്ഞു വന്നത് സഹായിക്കുകയാണെങ്കിലും കൂടെ നമുക്കത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറിയേക്കാം. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എന്നോട് സംസാരിക്കാൻ വന്നവരോടൊന്നും ഞാൻ അധികം സംസാരിക്കാൻ നിൽക്കാതെ എനിക്ക് പരിചയമുള്ളൊരു അങ്കിളുണ്ട് ഇവിടെ, അങ്കിളിനെ വിളിച്ചു. അപ്പോൾ അങ്കിൾ മകനെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്പലത്തിൽ തൊഴാൻ കയറുകയെന്ന് അവരെ അറിയിച്ചു. ഇതാണ് അഷ്ടഭുജം പെരുമാൾ കോവിൽ. അതിൻ്റെ മുൻവശമാണിത്. അമ്പലക്കുളമാണ് സൈഡിൽ. സ്വാഭാവികമായിട്ടും തമിഴ്നാടായതുകൊണ്ട് അമ്പലക്കുളം എന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും അധികം കാണില്ലല്ലോ, വെള്ളമൊന്നും അധികം ഇല്ല. അങ്ങനെ അമ്പലത്തിൽ തൊഴാൻ കയറി. ഈ ചെരുപ്പ് പോകുമോ എന്നുള്ള ഭയങ്കര പേടിയാണ്. പറയുമ്പോൾ ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് 300-400 രൂപയ്ക്ക് എടുക്കുന്ന ചെരുപ്പാണ്, പക്ഷേ ചെരുപ്പ് പോയ പണിയാണേ. അത് കഴിഞ്ഞ് ഞാൻ നെയ്വിളക്ക് മേടിച്ചു. നെയ്വിളക്ക് എവിടെ കത്തിക്കണമെന്ന് തന്ന അമ്മ പറഞ്ഞു തന്നു. ഞാൻ അവിടെ കത്തിക്കാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ തീപ്പെട്ടിയില്ല, അവിടെ തിരുനാളവും ഇല്ല. പിന്നെ ഞാൻ അവിടെ ഒരു സ്റ്റാൻഡ്, നിറയെ വിളക്ക് കത്തിച്ച് വെക്കുന്ന സ്റ്റാൻഡ്, അവിടെ ചെന്ന് കത്തിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് കെട്ടുപോയി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പോയി തിരിച്ച് ആ സ്റ്റാൻഡിൽ തന്നെ കത്തിച്ച് വെച്ചു. പക്ഷേ പിന്നെ കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ പന്തം പോലെ എൻ്റെ നെയ്വിളക്ക് കത്തിയിരുന്നു. നമ്മൾ കത്തിക്കുമ്പോൾ ഇത് കെട്ടുപോയാൽ നമുക്കൊരു സങ്കടമല്ലേ. ഞാൻ നിറയെ വീഡിയോസ് എടുത്തു. ആക്ച്വലി സാധാരണ തമിഴ്നാട്ടിലൊന്നും വീഡിയോസ് എടുക്കുന്നതിനൊന്നും പറയാറില്ല അമ്പലത്തിൻ്റെ. പക്ഷേ പൂജാരി ഒന്ന് ദേഷ്യപ്പെട്ടു, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ 1-2 ഫോട്ടോസോ ചെറിയ അങ്ങനെ ഭഗവാനെ ഒന്നും കിട്ടാത്ത രീതിയിൽ അമ്പലത്തിൻ്റെ ചെറിയ ഇങ്ങനത്തെ ഒരു ചെറിയ വീഡിയോസൊക്കെ എടുത്തു. എൻ്റെ മൊത്തം നടന്ന് തൊഴുതു. അമ്പലത്തിൽ വലം വെച്ചു, ചുറ്റും വലം വെച്ചു. അപ്പോൾ മൊത്തം അവിടുത്തെ ചുറ്റുമതിലിങ്ങനെ വിഷ്ണു ഭഗവാനെ സിംബലൈസ് ചെയ്യുന്ന പെയിൻറ്റിങ്, ഇതാണല്ലോ വിഷ്ണു ഭഗവാനെ സിംബലൈസ് ചെയ്യുന്നത്. അത് നിറയെ ഉണ്ട്. അത് പക്ഷേ അമ്പലത്തിന് ഭയങ്കര ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തോന്നി. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഈ വലിയ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇപ്പം ഞാൻ കാണിക്കുന്ന പോലത്തെ ഇടങ്ങളിലൂടെ നടക്കുമ്പോൾ ക്ലോസ്ട്രോഫോബിയ അടിക്കുക എന്നുള്ളതൊരു പതിവാണ്.
ഇപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് എന്നെ വിളിക്കാൻ ആ പയ്യൻ വന്നു. അവൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നു, അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നും കുളത്തിൽ നിന്നിട്ടും. അത് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അവൻ എനിക്ക് കുറച്ച് വഴികളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പോയി. എനിക്ക് കുറച്ച് ഇടങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു, അതൊക്കെ അവൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ അവരെല്ലാവരെയും കണ്ടു, സംസാരിച്ചു. ഉച്ചയായപ്പോൾ എനിക്ക് അവർ ബിരിയാണി മേടിച്ചു തന്നു. റഹ്മാൻ ആ വഴി പോയാൽ എപ്പോഴും ബിരിയാണി കഴിക്കുന്ന ഒരു കടയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കടയിൽ നിന്ന് ബിരിയാണി മേടിച്ചു തന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല ബിരിയാണി ആയിരുന്നു, അത്യാവശ്യം നല്ല ബിരിയാണി തന്നെ ആയിരുന്നു. ഞാനൊരു 4 ആകുമ്പോൾ തിരിക്കണം എന്ന് വെച്ചാൽ വന്നത്. ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഭയങ്കര മഴയായി. കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ചു. ഞാൻ വന്നെങ്കിലും ഒന്നും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയോ ഒന്നും ചെയ്തൊന്നുമില്ല. തിരിച്ചെന്നെ ആ കുട്ടി സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു, ബസ് കിട്ടുന്ന സ്റ്റാൻഡിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ വരുന്നത് ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ട്രാവൽ ആകുമ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ ബസ്സിൽ. സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു. എനിക്ക് സ്റ്റാൻഡിൽ നിന്ന് താമ്പരം ബസ് കിട്ടി. അങ്ങോട്ടേക്ക് ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരം വന്ന പോലത്തെ തന്നെ ബസ്സാണ് കിട്ടിയത്. പക്ഷേ യാത്രയൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കുറേ കൂടെ വീഡിയോസ് വ്ളോഗിന് വേണ്ടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാ തവണയും വ്ളോഗ് എടുക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ വേണ്ടത്ര വീഡിയോസ് ഒരിക്കലും എടുക്കാൻ പറ്റാറില്ല. എപ്പോഴും നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അത് പറ്റാറില്ല. മടി, എൻ്റെ തന്നെ മടി കൊണ്ടായിരിക്കും. യാത്ര എന്തായാലും സുഖമായിരുന്നു. ഞാൻ താമ്പരത്ത് ഒരു 5 മണിക്ക് കയറിയിട്ട് 7:30 എത്തിയപ്പോൾ ഒത്തിരി സമയമെടുത്തു. ഈ സമയം ആയതുകൊണ്ടായിരിക്കും. പക്ഷേ താമ്പരത്ത് ചെന്നിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് അടയാർ ബസ് കിട്ടി. 7:30 കയറിയിട്ട് 8:45 ഞാൻ അടയാർ എത്തിയത്. ഇതാ ഞാനിരിക്കുന്ന കണ്ടോ ടയേർഡായിട്ട്. എന്ത് ചെയ്തിട്ടാണ് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ ഈ യാത്രയല്ലാതെ. അങ്ങനെ ഒന്ന് വീട്ടിൽ ചെന്ന് കിടന്നാൽ മാത്രം മതി എന്നുള്ള ചിന്തയിലിരിക്കുന്നു. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, see you.